നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2025 നവംബർ 13 വ്യാഴാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം. കുടുംബത്തിൽ സന്താനങ്ങളുമായും ജീവിത പങ്കാളിയുമായും അഭിപ്രായ വ്യത്യാസം ഇന്ന് ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. അപമാനം, ധനപരമായ ക്ലേശം എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. പല കാര്യങ്ങളിലും ഉൾക്കാഴ്ച ലഭിക്കും. സംയമനം പാലിക്കുന്നത് ഉചിതമായിരിക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ഭാര്യ, ഭർത്താവ്, സന്താനങ്ങൾ എന്നിവരുമായി ഇന്ന് കലഹം ഉണ്ടാകാം. മാനസിക പിരിമുറുക്കം കൂടുകയും ഉറക്കക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യും. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് അപമാനം നേരിടേണ്ടി വരും. ഇന്ന് കൂടുതൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമാണ്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. രോഗങ്ങളിൽ നിന്നുള്ള ശാന്തി, ശത്രുഹാനി, കുടുംബജീവിതത്തിലെ സൗഖ്യം എന്നിവ ഇന്ന് ലഭിക്കും. തൊഴിൽ രംഗത്ത് വിജയം, സാമ്പത്തികമായ ഉന്നതി എന്നിവ പ്രതീക്ഷിക്കാം. കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവം ഉണ്ടാകും. അനുകൂലമായ ഒരു ദിനമാണിത്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ദമ്പതികൾ തമ്മിൽ പരസ്പരം വിശ്വാസവും ഐക്യവും ഇന്ന് വർദ്ധിക്കും. കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ സാധിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. സന്തോഷകരമായ ഒരു ദിനം പ്രതീക്ഷിക്കാം. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. രോഗാതി ദുരിതങ്ങൾക്ക് ഹാനി, അതായത് രോഗങ്ങൾ മാറാൻ സാധ്യത കാണുന്നു. നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നല്ല പേര് കേൾക്കുവാനും ഇന്ന് യോഗം ഉണ്ടാകും. ലോട്ടറി, നറുക്കെടുപ്പ് തുടങ്ങിയവയിൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് ഭാഗ്യം അനുകൂലമായിരിക്കും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കുടുംബ ബന്ധുജന കലഹം, അനാവശ്യ ബന്ധങ്ങൾ മൂലം മാനഹാനി, ധനനാശം എന്നിവ ഇന്ന് കാണുന്നു. ശരീര സുഖക്കുറവ് അനുഭവപ്പെടുകയും ഉഷ്ണരോഗങ്ങൾ പിടിപെടുകയും ചെയ്യാം. സന്താനക്ലേശം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബസമേതം ഇന്ന് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. ആത്മാർത്ഥമായ പരിശ്രമ ഫലത്താൽ ഏത് കാര്യങ്ങളിലും ഇറങ്ങി പുറപ്പെട്ടാലും അതിനെല്ലാം വിജയം ലഭിക്കും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കും. വിജയകരമായ ഒരു ദിനമാണിത്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. സർക്കാർ സംബന്ധമായ ജോലികൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വിജയം പ്രതീക്ഷിക്കാം. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കൽ, ബിസിനസ്സിൽ പുരോഗതി, ഉന്നത സ്ഥാനപ്രാപ്തി എന്നിവ ഉണ്ടാകും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ആമാശയ സംബന്ധമായ അസുഖമുള്ളവർ വളരെയധികം ഇന്ന് ജാഗ്രത പാലിക്കുക. വേണ്ടപ്പെട്ടവരിൽ നിന്നും തിക്ത അനുഭവങ്ങൾ ഉണ്ടാകാം. ഏതെങ്കിലും പേപ്പറുകളിൽ ഒപ്പിടുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. ചതി വരാൻ സാധ്യതയുണ്ട്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. തൊഴിൽപരമായ ക്ലേശം വർദ്ധിക്കുകയും മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും. ശിരോനാഡി രോഗപീഠ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ വളരെയധികം സൂക്ഷ്മത പാലിക്കുക. ഇന്ന് ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുകയും സമ്മാനങ്ങളും പാരിതോഷികങ്ങളും ലഭിക്കുവാനും ഇന്നിടയുണ്ട്. സന്താന ഭാഗ്യം, മനസന്തോഷം, പ്രശസ്തി, ഉന്നത സ്ഥാനപ്രാപ്തി, എവിടെയും മാന്യത എന്നിവ ഉണ്ടാകും. അനുകൂലമായ ഒരു ദിനം പ്രതീക്ഷിക്കാം. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. കുടുംബസൗഖ്യം, ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ എന്നിവ ഇന്നുണ്ടാകും. സൈന്യത്തിലും രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുന്നവർക്ക് ശത്രുഹാനി പ്രതീക്ഷിക്കാം. ധനപരമായ നേട്ടം, കീർത്തി, തൊഴിൽ വിജയം എന്നിവ ഉണ്ടാകും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212